എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഈ അടുത്ത് ഞാൻ പോയ ക്യൂബിക് സിറ്റി ട്രിപ്പിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. നമ്മൾ പോണ ദിവസം അധികം മഞ്ഞൊന്നും പെയ്തിട്ടുണ്ടായിരുന്നില്ല. അത് കാരണം തന്നെ യാത്ര കുറച്ചുകൂടി എളുപ്പമായിരുന്നു. പിന്നെ നമ്മൾ എന്തായാലും പോണ വഴിക്ക് ചായയും ചെറിയൊരു സ്നാക്കും കൂടി വാങ്ങിച്ചിട്ട് യാത്ര തുടങ്ങാമെന്ന് വിചാരിച്ചു. മോൺട്രിയലിൽ നിന്നും ക്യൂബിക്കിലോട്ടുള്ള യാത്ര എന്ന് പറയുന്നത് ഭയങ്കര അടിപൊളിയാണ്. ഇതിൻ്റെ ഇടയിൽ കാണാനായിട്ട് ഒത്തിരി സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ തണുപ്പായതുകൊണ്ട് നമ്മൾ ഇവിടെ നിർത്തണമൊന്നുമില്ല. നമ്മൾ നേരെ ക്യൂബിക് സിറ്റിയിലോട്ട് തന്നെ ആദ്യം പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ അതിൻ്റെ ഇടയിൽ നമ്മൾ മറ്റൊരു സ്ഥലം കാണുന്നുണ്ട്. അതാണ് ഇപ്പോൾ നമ്മളെത്തുന്ന മോൺമൊറൻസി ഫോൾസ്. അപ്പോൾ നിങ്ങളവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി മഞ്ഞ് പെയ്ത് ആകെ നിലമൊക്കെ മഞ്ഞ് മൂടി കിടക്കുകയാണ്. ആ കാണുന്നതാണ് മോൺമൊറൻസി ഫോൾസ്. അപ്പോൾ ഇതിൻ്റെ അടുത്ത് തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒത്തിരി പേര് മൗണ്ടനിയറിംഗ് എന്ന് പറയുന്ന ഈ ആക്ടിവിറ്റി ചെയ്യുന്നത് കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. പക്ഷേ ഇവിടുത്തെ ആൾക്കാർക്കൊക്കെ ഈ തണുപ്പ് കാലം കഴിഞ്ഞ് ഇങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യാൻ ഇഷ്ടമാണ്. നമ്മളൊന്ന് സൂം ചെയ്ത് നോക്കുകയെന്നുണ്ടെങ്കിൽ ആ വെള്ളച്ചാട്ടത്തിൻ്റെ തൊട്ടൊരുത്ത് കണ്ടോ, രണ്ടുപേരും ഒരാളവിടെ കയറി ഓൾമോസ്റ്റ് റെസ്റ്റ് ചെയ്യുകയാണ്, അടുത്ത ആൾ കയറിക്കൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ് ഒരു അരമണിക്കൂറിൻ്റെ ഡ്രൈവ് ഉണ്ട് ആക്ച്വൽ ക്യൂബിക് സിറ്റിയിലോട്ട് പോകാനായിട്ട്. അങ്ങനെ നമ്മളിത് അവിടെ എത്തി. ഇതാണ് അവിടുത്തെ മെയിൻ വ്യൂ പോയിന്റ്. ഞാൻ പോയതൊരു ഞായറാഴ്ച ആയതുകൊണ്ട് അവിടെ അത്യാവശ്യം നല്ല തിരക്കും ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കാൻ നോക്കിയപ്പോൾ ഇതാ ഒരു ഷിപ്പ് പോകുന്നുണ്ടോ, വെള്ളത്തിൻ്റെ ടോപ്പ് ലെയർ ഐസായി മാറിയിരിക്കുന്നതുകൊണ്ട് അത് ഭയങ്കര മെല്ലെയാണ് നീങ്ങുന്നത്. അത് കഴിഞ്ഞൊരു ചെറിയ സ്നാക്കൊക്കെ വാങ്ങിച്ച് നമ്മൾ തിരിച്ചു പോകാൻ തുടങ്ങി. ഈ കാണുന്നതാണ് ശരിക്കും മോൺട്രിയലിലോട്ട് നമ്മൾ എൻ്റർ ചെയ്യുമ്പോഴത്തെ ആ ഒരു വ്യൂ. അങ്ങനെ ഒരു 3 hour ഡ്രൈവൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫൈനലി വീട്ടിലെത്തി.